ഡൽഹിയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇരുന്നത് 4-ാം നിരയിൽ. ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്കൊപ്പമാണ് രാഹുൽ ഇരുന്നത്. പ്രതിപക്ഷ നേതാവിന് മുൻനിരയിൽ ഇരിപ്പിടം നൽകാത്തത് വിവാദമാകുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ, ഈ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം സംബന്ധിച്ച് അതൊരു വിവാദത്തിലേക്ക് മാറുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ക്രിസ്റ്റീനയ്ക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ അത് ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലഭിച്ച സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലോക്സഭയിൽ പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിന് അർഹമാവുകയും ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ള ക്ഷണം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഈ സ്വാതന്ത്ര്യ ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചത്, സാധാരണഗതിയിൽ ഒരു സർക്കാർ പരിപാടിയുടെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് മുൻനിരയിൽ പ്രധാന ഉദ്ഘാടകന് ഒപ്പം, അഥവാ പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ സ്ഥാനം നൽകുക എന്നുള്ളതാണ് കീഴ്വഴക്കം. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രിക്കൊപ്പം അല്ലെങ്കിലും പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരോട് പ്രധാനമന്ത്രി അഭിസംബോധനയ്ക്കായി ചെങ്കോട്ടയിൽ എത്തുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാരുടെ നിരയിലെങ്കിലും ആയിരുന്നു പ്രതിപക്ഷ നേതാവിന് സ്ഥാനം ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഹുൽ ഗാന്ധിക്ക് സ്ഥാനം ലഭിച്ചത്, അഥവാ ഇരിപ്പിടം ഉണ്ടായിരുന്നത് കായിക താരങ്ങൾക്ക് ഒപ്പം, ഒളിമ്പിക്സ് കായിക താരങ്ങൾക്കൊപ്പം 4-ാമത്തെ നിരയിലായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും മറ്റ് സാമൂഹ്യ സംഘടനകളും അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി വളരെ വ്യക്തമായിട്ട് അവസര സമത്വം അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ജനാധിപത്യത്തിൽ വിമർശനം അടക്കമുള്ളവ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് എല്ലാവിധ സഹിഷ്ണുതയും കൂടി ഉൾക്കൊള്ളുന്നതാണ് സർക്കാരിൻ്റെ സമീപനമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അതേ വേദിയിലാണ് പ്രതിപക്ഷ നേതാവിന് ഈ 4-ാം നിരയിൽ ഇരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന വിധത്തിൽ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ പറയുന്നത് കീഴ്വഴക്കങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവിന് 4-ാം നിരയിൽ സ്ഥാനം നൽകിയത് അദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ അവഹേളിക്കുന്നതല്ല എന്ന് സ്ഥാപിക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ്. ഇനി രാഹുൽ ഗാന്ധിയുടേതടക്കം പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരേണ്ടിയിരിക്കുന്നു.